ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളെ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്യാറുണ്ടോ? ഇനി ഇല്ലെങ്കിൽ തന്നെ നമുക്കൊന്ന് മിസ് ചെയ്യിപ്പിച്ചാലോ? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങളെ ഒരാൾ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങളെ മിസ് ചെയ്യേണ്ട ഒരാളുണ്ടല്ലോ, അവർക്ക് ആ ഒരു സ്മെല്ല് പിന്നെ എവിടെ കിട്ടിയാലും അപ്പോഴൊക്കെ നിങ്ങളെ ഓർക്കും. അങ്ങനെ അവർക്ക് മൈൻഡിൽ ഒരു മിസ്സിങ് നിങ്ങളോട് ഉണ്ടാവും. അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരുടെ കൂടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളിപ്പോൾ ഒരു പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ കയറുക. അപ്പോൾ ആ ഒരു നിമിഷവും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അവരുടെ മനസ്സിൽ ആ ഒരു മിസ്സിങ് നിങ്ങളോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഫോണൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ലാസ്റ്റ് കോൺവെർസേഷൻ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കണം. അതായത് നിങ്ങൾ വേണം സംസാരിച്ചിട്ട് വേഗം ഫോൺ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ നിങ്ങളോടൊരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ തോന്നും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാക്സിമം നിങ്ങൾ അവരുമായിട്ടിരിക്കുന്ന സമയത്ത് ഫൺ മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അവർ തനിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബോറൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഓർക്കുകയും നിങ്ങളെ മിസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയിരിക്കുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോൾ നല്ല നല്ല പിക്കുകളും കാര്യങ്ങളൊക്കെ എടുക്കും. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളെ ആർക്കാണോ മിസ് ചെയ്യിപ്പിക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവർ ആ ഫോട്ടോ കാണുകയും ഞാനും കൂടി അവരുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരുടെ മനസ്സിലേക്ക് വരും. ഇനി നമ്മുടെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഓരോ സമയം അവരെ ഗിഫ്റ്റ് എടുത്ത് കാണുമ്പോഴൊക്കെ നിങ്ങളെ ഓർമ്മ വരികയും മിസ്സിങ് ഉണ്ടാവാനും വഴിയുണ്ട്. ഇനി നമ്മുടെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്ത് കാര്യം ആണെങ്കിലും അവരെ മാക്സിമം ഇംപ്രസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവരിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നിങ്ങളുടെ ഓരോരോ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അത് കാണുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ നിങ്ങളോട് ചെറിയൊരു മിസ്സിങ് ഒക്കെ തോന്നാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് അവരുടേതായ ഒരു സ്പേസ് എല്ലാ കാര്യത്തിലും കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഓർക്കുകയും മിസ് ചെയ്യുകയും ചെയ്യും. ഇനി ചില ആളുകളുണ്ട്, അവനല്ലെങ്കിൽ അവൾ എന്നെ നന്നായിട്ട് അങ്ങോട്ട് മിസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ അയക്കില്ല. പിന്നെ ലേറ്റായിട്ട് റിപ്ലൈ അയക്കുന്നവരുണ്ടാവും. ചിലപ്പം വിളിക്കത്തേ ഇല്ല, മിണ്ടത്തേ ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ബ്രേക്കപ്പ് ആകാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.